എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പറഞ്ഞിട്ട് പോകുന്നത് വിവോയുടെ ഏറ്റവും പുതിയ മോഡലായ V20pro 5G എന്ന ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ വിവോയുടെ തന്നെ V20 അതുപോലെ V20 SE എന്ന രണ്ട് മോഡലുകൾ ഇപ്പോൾ കഴിഞ്ഞ മാസം ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അതും കൂടി പോയി ജസ്റ്റ് കാണുക. അപ്പോൾ നമുക്കറിയാം വിവോയുടെ V സീരീസ് എന്ന് പറഞ്ഞാൽ നല്ല അത് ഉപയോഗിക്കുന്നവർക്കറിയാം നല്ല ക്വാളിറ്റി ഉള്ള ഫോണുകളാണ്, നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോണാണ്, നല്ല പെർഫോമൻസ് ഉള്ള ഫോണുകളാണ് വിവോയുടെ V സീരീസുകൾ. ആ V സീരീസിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ് വിവോയുടെ V20pro 5G എന്ന് പറയുന്നത്. V20 എന്ന മോഡലിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഫോട്ടോഗ്രാഫിയും അതുപോലെ വീഡിയോഗ്രാഫിയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മൊബൈലായിരിക്കും, ഒരേപോലെ യൂസ്ഫുൾ ആയ ഒരു മൊബൈലായിരിക്കും V20 എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ V20pro 5G എന്ന ഫോണിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും മാത്രമല്ല ഗെയിമിങ്ങും കൂടി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരേപോലെ യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു മൊബൈലായിരിക്കും V20pro 5G എന്ന് പറയുന്നത്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട് അതൊരു 5G ഫോണാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് നമുക്കൊരു 30,000 രൂപയ്ക്ക് താഴെ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഒരു നല്ലൊരു 5G ഫോണായിരിക്കും വിവോയുടെ V20pro 5G എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് മുൻപ് ഇറങ്ങിയ വിവോയുടെ V20യുമായിട്ട് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഈ ഫോണിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫോണിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഡിസൈൻ പാർട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഫോണിന് മുൻപ് ഇറങ്ങിയ V20 എന്ന മോഡലുമായിട്ട് ചെറിയൊരു രീതിയിലുള്ള വ്യത്യാസം മാത്രമേ ഈ ഫോണിൻ്റെ ഡിസൈനിൽ വന്നിട്ടുള്ളൂ. അതായത് ആ ഫോണിനകത്ത് ഒരു സിംഗിൾ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ ഈ ഫോണിനകത്ത് ഒരു ഡ്യുവൽ ഫ്രണ്ട് ക്യാമറ ആണ് വരുന്നത്. ആ ഒരു ഡിസൈൻ വൈസ് മറ്റ് വ്യത്യാസം മാത്രമേ ഈ ഫോണിനകത്ത് വരുന്നുള്ളൂ. നമുക്ക് മെയിനായിട്ട് രണ്ട് കളറുകളാണ് ഈ ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സൺസെറ്റ് മെലഡി എന്ന കളറും ഒന്ന് മിഡ്നൈറ്റ് ജാസ് എന്ന കളറും. ഈ സൺസെറ്റ് മെലഡി എന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂവും അതുപോലെ യെല്ലോ ഒക്കെ കൂടി കലർന്ന ഒരു വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് സൺസെറ്റ് മെലഡി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മിഡ്നൈറ്റ് ജാസ് എന്ന കളറാണ്. അത് ഒരു ഡാർക്ക് കളറാണ്, ഒരു സ്റ്റാൻഡേർഡ് കളറാണ് മിഡ്നൈറ്റ് ജാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കളറുകളിൽ ഫോൺ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോർഡില്ല, ഒരു ഗ്ലാസ് ബോർഡാണ് വരുന്നത്. അതൊരു കോണിംഗ് കോർണർ ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയ ഒരു ഗ്ലാസ് ബോർഡാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. അത് തന്നെ ഒരു AG മാറ്റ് ഗ്ലാസ് ആണ്. നമുക്കൊരു മാറ്റ് ഗ്ലാസ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോർഡാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു IF കോട്ടിംഗ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ പോലെയുള്ള മറ്റു അഴുക്കുകളോ ഒക്കെ ഇതിൻ്റെ ബാക്ക് പാനലിനകത്ത് പറ്റി പിടിച്ചിരിക്കില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറ പൊസിഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ V20യിൽ കണ്ട പോലെ അത് സെയിം ഒരു ക്യാമറ പൊസിഷനാണ് ഈ ഫോണിനകത്തുള്ളത്. അതായത് ഒരു ട്രിപ്പിൾ ക്യാമറയാണ് ഈ ഫോണിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ V20യിൽ പറഞ്ഞ പോലെ തന്നെ അതായത് ക്യാമറ ഇരിക്കുന്ന ഒരു പൊസിഷൻ ഒരു സ്റ്റെപ്പായിട്ടും തൊട്ട് താഴെ ഇതിൻ്റെ LED ഫ്ലാഷ് ലൈറ്റ് ഉള്ളത് മറ്റൊരു സ്റ്റെപ്പായിട്ടും പിന്നെ ഇത് ഫോണിൻ്റെ ബാക്ക് പാനൽ അങ്ങനെ ഒരു ഡ്യുവൽ ടോൺ സ്റ്റെപ്പിലാണ് ഇതിൻ്റെ ക്യാമറ പൊസിഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരാണെങ്കിൽ നമുക്ക് 6.44 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിനകത്ത് വരുന്നത്. ഇപ്പോൾ LED ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ക്ലാരിറ്റിയും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിനകത്തുള്ളത്. LED ഡിസ്പ്ലേ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ്. ഒരു ഡ്യുവൽ ഫ്രണ്ട് ക്യാമറ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് V20യിൽ കണ്ടത് ഒരു ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു 2 ക്യാമറയാണ് ഈ ഫോണകത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാമറ സെൻട്രിക് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതൊരു നോച്ച് ഡിസ്പ്ലേ ആണ് ഈ ഫോണകത്ത് വരുന്നത്. അത് 44 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ഫ്രണ്ട് ക്യാമറയും അതിൻ്റെ കൂടെ തന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയും വൈഡ് ആംഗിൾ ഫ്രണ്ട് ക്യാമറയും ഈ ഫോണകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 44 മെഗാ പിക്സലിൻ്റെ ഐ ഓട്ടോ ഫോക്കസ് ക്യാമറ ഉള്ള ഫോണാണത്. അതുകൊണ്ട് തന്നെ വീഡിയോഗ്രാഫിയും വളരെ സ്റ്റഡി ആയിട്ട് വീഡിയോ ആയാലും ഫോട്ടോ ആയാലും വളരെ സ്റ്റഡി ആയിട്ടും സ്ട്രേറ്റ് ആയിട്ടും എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും കമ്പനി ഇത്തരത്തിൽ സെൻറ്ററിൽ തന്നെ ക്യാമറകൾ കൊടുത്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇത്തരത്തിലുള്ള നോച്ച് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നമ്മൾ ഐഫോണിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഡിസ്പ്ലേകൾ. ഈ ഫോണിനകത്ത് ഒരു ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അതായത് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന പല ഫ്ലാഗ്ഷിപ്പ് മൊബൈലുകളിലും ഇപ്പോൾ 3.5mm ഹെഡ്ഫോൺ ജാക്കിനുള്ള ഓപ്ഷൻ ഇല്ല. അതിന് കാരണം എന്ന് പറയുന്നത് തന്നെ ഒരു 80% ആളുകളും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വയർലെസ് ഹെഡ്ഫോണുകളാണ്. ഇപ്പോൾ ഞാനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ വയർലെസ് ഹെഡ്സെറ്റുകളാണ് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഈ ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് Type-C ഹെഡ്ഫോണുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഹെഡ്ഫോണുകൾ ഇതിൻ്റെ ചാർജിംഗ് പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Type-C ഹെഡ്ഫോണുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ തന്നെ ഒരു Type-Cയിൽ നിന്ന് 3.5mm ഓഡിയോ ജാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ കൂടി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഓർക്കുക, പല കമ്പനികളും ഇപ്പോൾ ഹെഡ്ഫോൺ പോയിട്ട് ചാർജർ പോലും കൊടുക്കാത്ത ഒരു സമയത്താണ് വിവോയുടെ V20pro 5G എന്ന മൊബൈലിലൂടെ നിങ്ങൾക്ക് ഒരു Type-Cയിൽ നിന്ന് 3.5mm ഓഡിയോ ജാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ വരെ ഫ്രീ ആയിട്ട് തരുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ കാറ്റഗറിയിൽ കിടക്കാം. ഒരു ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിയർ സൈഡിൽ വരുന്നത് V20യിൽ കണ്ട പോലെ തന്നെ സെയിം തന്നെ 64 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ റിയർ ക്യാമറയും പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു മൾട്ടി ഫംഗ്ഷണൽ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു മോണോ ക്യാമറയാണ് ഈ ഫോണത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഒരു ഇത്ര വില കൂടിയ ഒരു മൊബൈലിന് ഒരു ട്രിപ്പിൾ ക്യാമറ കൊടുത്തിട്ടുള്ളതെന്ന്. ഈ ഒരു 3 ക്യാമറ എന്ന് പറയുന്നത് ശരിക്കും ഒരു 5 ക്യാമറയുടെ പെർഫോമൻസ് ഉള്ള ഒരു ക്യാമറയാണ്. അതായത് ഞാൻ V20യുടെ അൺബോക്സിങ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് 64 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു മൾട്ടി ഫംഗ്ഷണൽ ക്യാമറയാണ്. അത് ആ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറ വഴി നമുക്ക് വൈഡ് ആംഗിൾ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാം, അതുപോലെ ബൊക്കെ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാം, അതുപോലെ ഒരു മാക്രോ ക്യാമറ ആയിട്ടും ഈ ഫോൺ ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യും. ഒരു 5 ക്യാമറയുടെ ഉപയോഗം നമുക്ക് ഈ ഒരു 3 ക്യാമറ വഴി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത.
വീഡിയോഗ്രാഫിക്കും വളരെ അനുയോജ്യമായ ക്യാമറയാണ് ഇതിൻ്റെ റിയർ സൈഡിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് EIS വന്നിട്ടുണ്ട്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ആർട്ട് പോർട്രേറ്റ് വീഡിയോസ് ഉണ്ട്, അതായത് നമ്മളൊരു ഒബ്ജക്റ്റിന് മാത്രം ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ബ്ലറായ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഇതിൻ്റെ റിയർ ക്യാമറയ്ക്കകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് വരാണെങ്കിൽ 44 മെഗാ പിക്സലിൻ്റെ ഒരു ഐ ഓട്ടോ ഫോക്കസ് സെൽഫി ക്യാമറയും അതിൻ്റെ കൂടെ തന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ഇപ്പോൾ 44 മെഗാ പിക്സലിൻ്റെ ഐ ഓട്ടോ ഫോക്കസ് ക്യാമറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം DSLR ക്യാമറയിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ ഐ മാത്രം, നമ്മുടെ കണ്ണ് മാത്രം ഫോക്കസ് ചെയ്തിട്ട്, അതായത് നമ്മൾ എത്ര ഷേക്ക് ആയാലും നമ്മുടെ ഫേസിൽ നിന്നുള്ള ഫോക്കസ് പോകാത്ത രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത. ഈ ഒരു ഐ ഓട്ടോ ഫോക്കസ് ക്യാമറയിൽ തന്നെ നമുക്ക് ആർട്ട് പോർട്രേറ്റ് വീഡിയോസ്, അതായത് നേരത്തെ റിയർ ക്യാമറയിൽ പറഞ്ഞ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുള്ള വീഡിയോസും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള വീഡിയോസും നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് ഫ്രണ്ട് ക്യാമറയ്ക്ക് സ്ലോ മോഷൻ വരുന്നുണ്ട്. അതുപോലെ 4K റെസൊല്യൂഷനിൽ നമുക്ക് ഇതിനകത്തുള്ള ഫ്രണ്ട് ക്യാമറ വഴി വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് 60 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സെക്കൻഡ് ആയിട്ട് വന്നിട്ടുള്ള 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ വഴി നമുക്ക് 105 ഡിഗ്രി വരെ വൈഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ഇനി ഫോണിൻ്റെ സ്റ്റോറേജും അതുപോലെ റാം, പ്രോസസ്സറിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. ഇപ്പോൾ V20pro 5G എന്ന മോഡലിനകത്ത് വരുന്നത് 8GB റാമിൽ 128GB സ്റ്റോറേജാണ് വരുന്നത്. നമുക്ക് ഈ ഫോണിനകത്ത് ഒരു എക്സ്റ്റേണൽ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് വരുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ വരുന്ന പല ഫ്ലാഗ്ഷിപ്പ് മൊബൈലുകളിലും മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് വരുന്നില്ല. കാരണം നമുക്കൊരു എക്സ്റ്റേണൽ മെമ്മറി കാർഡിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിനകത്ത് 128GB സ്റ്റോറേജ് ഓൾറെഡി ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് OTG കണക്ഷൻ വഴി നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. മെമ്മറി കാർഡ് ഇടാൻ പറ്റാത്തത് ഒരു കുറവായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം ഈ ഫോണിനകത്ത് 128GB സ്റ്റോറേജ് തന്നെ ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ആ 128GB സ്റ്റോറേജുള്ള ഫോണിലേക്ക് നമ്മുടെ പഴയ ഒരു 8GBയോ അല്ലെങ്കിൽ ഒരു 16GB മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ടിട്ട് നമുക്ക് മറ്റൊരു ഉപകാരമില്ല. മാത്രമല്ല ആരും ഒരു 4000-5000 രൂപ കൊടുത്തിട്ട് ഒരു 256GBയോ അല്ലെങ്കിൽ 512GB മെമ്മറി കാർഡൊന്നും വാങ്ങിയിട്ട് ആരും മൊബൈലുകളിലിട്ട് ഉപയോഗിക്കാറില്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സറാണ് ഈ ഫോണത് വരുന്നത്. നമുക്ക് ഗെയിമിങ്ങിനായാലും അതുപോലെ തന്നെ 5G സപ്പോർട്ടുള്ള പ്രോസസ്സറാണ് 765 എന്ന പ്രോസസ്സർ. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും മറ്റ് പല ഫ്ലാഗ്ഷിപ്പ് മൊബൈലുകളിലും ഈ ഒരു പ്രോസസ്സർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4000 mAh ഒരു പവർഫുള്ളായ ബാറ്ററിയാണ് ഈ ഫോണത്ത് വരുന്നത്. ഈ 4000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു 65% ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുള്ളായ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ 4000 mAh ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ് ഈ ഫോണത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 29,990 രൂപയാണ്. നമുക്ക് ഡിസംബർ 2 മുതൽ എല്ലാ ഷോപ്പുകളിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓവറോൾ നോക്കുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ ക്യാമറ, അതുപോലെ പ്രോസസ്സർ, ബാറ്ററി, അതുപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ ടൈപ്പ്, അങ്ങനെ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഒരു 30,000 താഴെ ഒരു 5G മൊബൈൽ എന്ന് പറയുമ്പോൾ അത് V20pro 5G ആയിരിക്കും. ഈ ഫോൺ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിക്കാൻ സാധിക്കും. നിങ്ങൾ ഓഫ്ലൈനായിട്ട് നിങ്ങളുടെ തൊട്ടടുത്ത ഷോപ്പിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ആ ഷോപ്പിൽ നിന്നുള്ള എന്തെങ്കിലും ഡിസ്കൗണ്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറുകളോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറും എൻ്റെ വാട്സാപ്പ് നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ഫോൺ, നിങ്ങൾക്ക് ഏതെങ്കിലും ഫോണിനെ കുറിച്ച് സംശയങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോണിനെ കുറിച്ച് റിവ്യൂ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് അലോട്ട്. മതി.